Lord the word and to share my journey with you all. എൻ്റെ ജീവിതയാത്ര നിങ്ങളുമായി പങ്കുവെക്കുവാൻ ലഭിച്ച അവസരം ദൈവം തന്ന വലിയൊരു പദവിയായി ഞാൻ കരുതുന്നു. But before we get into my journey, I would like to share the word that God has put in my heart this evening. എന്നാൽ എൻ്റെ ജീവിത അനുഭവം പങ്കുവെക്കുന്നതിന് മുമ്പായി ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The scripture that we hold, the scripture that we read every day, holds the very essence of human life. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വായിക്കുന്ന തിരുവെഴുത്തുകൾ ജീവിതത്തിന്റെ തന്നെ സാരാംശം വഹിക്കുന്നതാണ്. And at the core of it all, we have two elements that lies, which is holiness and love. ആ തിരുവെഴുത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ കാണുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധി, രണ്ട് സ്നേഹം. And the entire scripture is hanging upon these two elements. തിരുവെഴുത്തുകൾ മൊത്തമായി സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് ഘടകങ്ങളുടെ മേലാണ്. Now, these two elements, holiness and love, are so much mixed, so much entangled that we cannot actually separate it. വിശുദ്ധിയും സ്നേഹവും അത് അന്യോന്യം ഇഴുകി ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ നമുക്ക് വേർതിരിച്ച് കാണുവാൻ സാധ്യമല്ല. So you cannot take holiness out of love and you cannot take love out of holiness. അതുകൊണ്ട് സ്നേഹത്തിൽ നിന്ന് വിശുദ്ധിയോ വിശുദ്ധിയിൽ നിന്ന് സ്നേഹത്തെയോ നമുക്ക് മാറ്റുവാൻ സാധ്യമല്ല. Which is why you cannot truly say you love God and not pursue holiness, and you cannot say you truly love people without surrendering to a holy God. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വളരാതിരിക്കുന്നത് സാധ്യമല്ല. നമ്മൾ ജനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും ദൈവത്തിന്റെ വിശുദ്ധിക്ക് വിധേയപ്പെടാതിരിക്കുന്നതും സാധ്യമല്ല. So without these two elements, holiness and love are actually won't function if you are not in a cross relationship. അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങൾ, വിശുദ്ധിയും സ്നേഹവും, അത് ദൈവമായിട്ടുള്ള ആ ക്രൂശിന്റെ ബന്ധത്തിൽ അല്ലാതെ ഒരിക്കലും സാധ്യമാകുന്ന കാര്യങ്ങളുമല്ല. Now we all know how a cross looks like. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ക്രൂശ് എങ്ങനെ കാണപ്പെടുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. So there is a vertical line and there is a horizontal line. അതുകൊണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഭാഗവും ഉണ്ട്. So symbolically, horizontal means the relationship we have from people to people. Vertical represents our relationship with us and God. അപ്പം ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് സമാന്തരമായി ഭൂമിയോട് കാണപ്പെടുന്നത് ബന്ധം, നമുക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുകയും അതുപോലെ ആകാശത്തോട്ട് ഉയർന്നിരിക്കുന്ന വെർട്ടിക്കൽ ഭാഗം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയും സൂചിപ്പിക്കുന്നത്. Which is why from Genesis to Revelation, every command, every law is either about our relationship with God or about our relationship with people. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ എടുക്കുമ്പോൾ ഏതൊരു കൽപ്പന എടുത്താലും അത് ഒന്നെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരിക്കും. Matthew chapter 22 verses 36 to 40. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ. I repeat, Matthew chapter 22 verses 36 to 40. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. Now, when you read this portion, it says, when asked which is the greatest commandment in the law, Jesus replied by saying, love God and love people. കർത്താവിനോട് ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന ചോദ്യം വന്നപ്പോൾ കർത്താവ് പറഞ്ഞ ഉത്തരം, ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ അല്ലെ കൂട്ടുകാരനെ നീ സ്നേഹിക്കുക. So verse 37-38 says that love God. Verse 39 says love people. 37-ഉം 38-ഉം വാക്യങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾക്ക് ആഹ്വാനം തരുന്നു. 39-ാം വാക്യം അത് സഹോദരനെ സ്നേഹിക്കുവാൻ, ജനത്തെ സ്നേഹിക്കുവാനുള്ള ആഹ്വാനമാണ് തരുന്നത്. So love God is vertical, love people is horizontal. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു അനുഭവം, ജനത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അനുഭവമാണ്. Now, despite Jesus saying that love God is the greatest commandment, but when you look at throughout the scripture puts an special emphasis on the second section, which is loving people. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണെങ്കിൽ തന്നെയും തിരുവെഴുത്തുകളിൽ രണ്ടാമത്തെ ഭാഗമാകുന്ന ജനത്തെ സ്നേഹിക്കുന്നതിന് വളരെ ഊന്നൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 John chapter 4 verses 20, it says, if someone says I love God and yet
hates his brother or sister, he is a liar. For the one who does not love his brother and sister whom he has seen cannot love God whom he has not seen. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഭോഷ്കാണ് പറയുന്നത്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെക്കുറിച്ച് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് വെറും ഒരു അവകാശവാദം മാത്രമാണ്. So now when we read through the Bible from the first page all till the last page, one thing is absolutely certain, that relationships with people are not just important but extremely valuable in the eyes of God. അതുകൊണ്ട് തിരുവെഴുത്തുകളുടെ ആദ്യത്തെ പുറം മുതൽ അവസാനത്തെ പുറം വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജനത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത് നല്ല കാര്യം എന്നുള്ളതല്ല, അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. The more you read, the more you realize it is also mandatory. നമ്മൾ എത്രമാത്രം വായിക്കുന്നു അത്രമാത്രം നമുക്ക് തിരിച്ചറിവ് കിട്ടുകയാണ് ഇത് ദൈവം നമ്മളോട് നിർബന്ധമായി ആവശ്യപ്പെടുന്നതാണ്. Because 1 John chapter 4 verses 20 says that it clearly indicates that if we don't love people, our love for God cannot be proven if we don't love people. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, ജനത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുവാണെങ്കിൽ ആ അവകാശത്തിന് ഒരു തെളിവും ഉണ്ടാകുന്നില്ല. അതിന് തെളിയിക്കപ്പെടാത്ത ഒരു അവകാശം മാത്രമാണ്. So relationships with people are important. അതുകൊണ്ട് ജനവുമായിട്ടുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. Relationships with people are valuable. ജനവുമായിട്ടുള്ള ബന്ധം അത് ബഹുമൂല്യമാണ്. But the question is, what kind of relationships should we cultivate with people? എന്നാൽ ചോദ്യം എന്ന് പറയുന്നത്, എപ്രകാരമായ ബന്ധമാണ് നമ്മൾ ജനവുമായിട്ട് പുലർത്തേണ്ടത്? Now that's the question we're going to address tonight with the help of scripture. ആ ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് സന്ധ്യയ്ക്ക് തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ ഉത്തരം തേടുവാൻ ശ്രമിക്കുന്നത്. Because it's the word of God that provides an accurate answer to this question. ഈ ചോദ്യത്തിനുള്ള വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടുമുള്ള ഉത്തരം തിരുവെഴുത്തുകളാണല്ലോ നമുക്ക് തരേണ്ടത്. So before we look into it, let's close our eyes, bow our heads and let us pray. അതിലേക്ക് നോക്കുന്നതിന് മുമ്പായി നമ്മുടെ കണ്ണുകളെ അടച്ച് തലകളെ കുനിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. Our loving Heavenly Father, we thank you for this beautiful evening that you've given to us, Lord. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയും. And as we are all here with a willing heart to hear your voice, we pray that you speak to us. മനസ്സോടെ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ നീ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കും. And as I speak every word that you have put in my heart, Lord, help me to communicate in a very efficient manner, and may your spirit, Lord, be with my voice and be with every word that I communicate to the people. നീ എൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ഓരോ വചനവും ഓരോ വാക്കുകളും പറയുമ്പോൾ അത് ഏറ്റവും വ്യക്തമായിട്ട് പറയുവാനും അതിലൂടെ കർത്താവേ നിന്റെ വചനത്തെ ഏറ്റവും വിശ്വസ്തയോടെ കൈമാറുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. And let it bring clarity into the lives of people. Let it bring let it be a seed of transformation to every person who is listening tonight. അത് കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ വ്യക്തത നൽകുവാനും അവരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ വിത്തായിട്ട് പരിണമിക്കുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കും. And so we pray this together, that your Holy Spirit move in our hearts as we hear, as we speak. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഞങ്ങൾ ധ്യാനിക്കുമ്പോഴും പ്രവർത്തിക്കണമേ എന്നതാകും. And also may your spirit compel us, may your spirit give us the wisdom to do what we are going to hear this evening. മാത്രമല്ല, ഇന്ന് സന്ധ്യയ്ക്ക് കേൾക്കുന്ന സത്യങ്ങൾ അത് ചെയ്യുവാനുള്ള നിർബന്ധം, അത് ചെയ്യുവാനുള്ള ഒരു തീഷ്ണത നിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And this we pray in the name of Jesus of Nazareth. Amen. ഇത് നസ്രയത്തിലെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. So what kind of relationship should we cultivate with people? അതുകൊണ്ട് ജനവുമായിട്ട് എപ്രകാരമായ ബന്ധമാണ് നമ്മൾ പുലർത്തേണ്ടത്? A relationship that demonstrates biblical love. ആ ബന്ധം അത് തിരുവെഴുത്തുകളുടെ സ്നേഹം പ്രദർശിപ്പിക്കുന്ന ബന്ധമായിരിക്കും. The love that is mentioned in 1 Corinthians 13. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ആ സ്നേഹം ആയിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. And that kind of love should be what
that kind of love should be the boundary. It should be the foundation of the relationship that we have. അതുകൊണ്ട് നമ്മൾ പുലർത്തുന്ന ബന്ധത്തിന്റെ അതിരുവരമ്പുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്രകാരമായിട്ടുള്ള സ്നേഹമായിരിക്കും. Because we already read, we cannot prove our love for God if we don't love people. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ സ്നേഹത്തെ, സഹോദരനെ, ജനത്തെ സ്നേഹിക്കാതെ ഒരിക്കലും നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ. Let's jump into the Gospel of Mark, and then we are going to unveil this entire thing. ഈ കാര്യം മൊത്തമായി നമ്മൾ ചുരുളഴിക്കാനായിട്ട് നമ്മൾ ആദ്യമായി പോകുന്നത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിലേക്ക്. Mark chapter 2 verses 1 through 12. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം. Someone can read and help, and just make sure you read only Mark chapter 2 verses 1 through 12. Just 12 verses. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അത് മാത്രം ഒന്ന് വായിക്കണമേ എന്ന് ഒരാളോട് റിക്വസ്റ്റ് ചെയ്യും. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്ത വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവരോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷവാതക്കാരന്റെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവർ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ന്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവർ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്, പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നത് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണിക്കെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. Now this is the passage that we are most familiar with. ഇത് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണല്ലോ. We remember most of the time pastors preaching about these passages. ഈ വേദഭാഗത്തിൽ നിന്ന് അനേക കർത്തൃദാസന്മാർ പ്രസംഗിച്ചിട്ടുമുണ്ട്. But the thing that caught my attention is the 5th verse of the chapter. എന്നാൽ എന്റെ ശ്രദ്ധയെ പിടിച്ചത് അതിന്റെ 5-ാം വാക്യമാണ്. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. It says, when Jesus saw their faith, he said to the paralyzed man, sons, your sins are forgiven. അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. So there was a paralyzed man. He had 4 friends. തളർവാദം പിടിച്ച രോഗിയായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് 4 സ്നേഹിതന്മാരുണ്ടായിരുന്നു. And these 4 people took this paralyzed man to where Jesus was. ഈ 4 സ്നേഹിതന്മാരാണ് ഈ തളർവാദ രോഗിയായിരുന്ന ആ വ്യക്തിയെ യേശുവിലേക്ക് എത്തിച്ചത്. We are not sure at this time because scripture doesn't say it, so we are not sure whether this man was willing to go or not. ഈ വ്യക്തി പോകാൻ മനസ്സുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് തിരുവെഴുത്തുകൾ പറയാത്തതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. But this clearly says that the 4 people carried him to Jesus, and when they could not enter the room, they dug a hole in the roof and they put the man through the roof to Jesus. എന്നാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 4 പേരാണ് ഈ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് പോയത്. അവർ യേശുവിന്റെ അടുത്ത് എത്തിയപ്പോൾ വാതിൽക്കൽ അവർക്ക് കയറാൻ പറ്റാതിരുന്നത് കൊണ്ട് മേൽക്കൂര പൊളിച്ച് അതിലൂടെ ആ രോഗിയെ താഴോട്ട് ഇറക്കി എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം. These 4 people, they were this person's friend. They decided to take him to Jesus. ഈ They dug the hole. 4 വ്യക്തികൾ ഈ തളർവാദ രോഗിയുടെ സ്നേഹിതനായിരുന്നു. അവർ തീരുമാനിക്കുകയാണ് യേശുവിന്റെ അടുത്ത് കൊണ്ടുപോകണം എന്നുള്ളത്. And they dug the hole. അവരാ മേൽക്കൂര പൊളിച്ച് ഒരു സ്ഥലമുണ്ടാക്കുന്നു, ഒരു ഇറക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. And they put every effort that they can to bring this person to Jesus. And they literally, if you translate this entire chapter, it literally means that these people brought him to a miracle.
അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം അവർ പരിശ്രമിച്ചു. യേശുവിങ്കിലേക്ക് ഈ വ്യക്തിയെ എത്തിക്കുവാൻ അവർക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നോ അതെല്ലാം അവർ ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ വ്യക്തിയുടെ അത്ഭുതത്തിലേക്ക് അവരെത്തിച്ചു. So what kind of relationship should we cultivate with people? അതുകൊണ്ട് ജനവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നട്ടുവളർത്തേണ്ട ബന്ധം എപ്രകാരമുള്ളതായിരിക്കും? A relationship that lifts you up and leads you straight to Jesus. ആ ബന്ധമെന്ന് പറയുന്നത് നമ്മളെ എഴുന്നേൽപ്പിച്ച് എത്തിക്കുന്നത് യേശുവിങ്കിലേക്ക് ആയിരിക്കും. Not to a church, not to a synagogue, not to a denomination, not to a convention, but to Jesus. അതൊരു പള്ളിയിലേക്കല്ല, ഒരു യോഗത്തിലേക്കല്ല, അതൊരു കൺവെൻഷനിലേക്കല്ല, അത് യേശുവിങ്കിലേക്കായിരിക്കും. Are you that friend to somebody this evening? നിങ്ങൾ അപ്രകാരമായ ഒരു സ്നേഹിതനാണോ ഇന്ന് ആർക്കെങ്കിലും? Or do you have these kinds of friends? Do you have this relationship? That's what we are asking this evening. അല്ലാതെ പക്ഷം നിങ്ങൾക്ക് ഇപ്രകാരമായിട്ടുള്ള സ്നേഹിതർ ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് സന്ധ്യയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്നത്. Do you have a relationship with people who would do anything to bring you to Jesus when you are down and disabled? നിങ്ങൾ തളർന്ന് ഒന്നും ചെയ്യാൻ ഒക്കാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ യേശുവിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സ്നേഹിതന്മാർ നിങ്ങൾക്കുണ്ടോ? 2013, I was working as an Emirates staff at Mumbai International Airport. 2013 ഞാൻ എമിറേറ്റ്സിന്റെ സ്റ്റാഫായിട്ട് മുംബൈ എയർപോർട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. And I worked at the airport for 6 weeks. ആ എയർപോർട്ടിൽ ഞാൻ 6 ആഴ്ചകൾ ജോലി ചെയ്തു. And the 6th week I was going to work. 6ാമത്തെ ആഴ്ചയും ഞാൻ ജോലിക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ I came to the train station and I was about to board the train. ഞാൻ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറാനുള്ള പ്രയത്നത്തിലായിരുന്നു. And just when I was about to board the train, I slipped, I fell, and I went under the train. ഞാൻ ട്രെയിൻ കയറാൻ ശ്രമിക്കുകയും തെന്നി വീണ് ട്രെയിനിന്റെ ആ ട്രെയിൻ പാളത്തിലോട്ട് വഴുതി വീഴുകയും ചെയ്തു. And the train ran over me. ആ ട്രെയിൻ എന്റെ ശരീരത്തിന്മേൽ കയറി. And I was rushed to the hospital, from one hospital to another hospital, and I was in a critical situation. എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രി, അടുത്ത ആശുപത്രിയിലോട്ട്. വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിലായിരുന്നു. And I had to undergo 2 surgeries. എനിക്ക് 2 സർജറി നേരിടേണ്ടി വന്നു. One from my spine, because my spine was crushed and my spinal cord was torn into 2 pieces. ഒന്ന് എന്റെ സ്പൈനിന് വേണ്ടിയായിരുന്നു, കാരണം എന്റെ സ്പൈനൽ കോഡ് അറ്റുപോയി. അത് 2 പീസായി അവിടം തകർന്നു വരുന്നു. And the second surgery was from my hand, because if you can see, I just have 2 fingers on my left hand. The 3 fingers got crushed because the train ran through it. അപ്പൊ ആദ്യത്തെ സർജറി നട്ടലിലായിരുന്നെങ്കിൽ 2ാമത്തെ സർജറി എന്റെ കരത്തിലായിരുന്നു. നിങ്ങൾ കാണുന്നത് പോലെ എനിക്ക് 2 വിരലുകൾ മാത്രമേ ഉള്ളൂ. ആ ഭാഗം ശരിയാക്കുവാൻ 2ാമത്തെ സർജറിയും ചെയ്യേണ്ടി വന്നു. Now, after the first surgery, my mother went to the doctor's, the surgeon's room, and asked him, what are my chances? What are my son's chances if he ever gets well? സർജറിയുടെ സമയത്ത് എന്റെ മാതാവ് സർജന്മാരോട് സംസാരിച്ചു. എന്നിട്ട് ചോദിച്ച ചോദ്യം, മകനെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത എന്താണ്? The doctor said that your son will always be on bed. He will never walk again. He will always need a caretaker to take care of him. അമ്മയോട് ഡോക്ടർമാർ പറഞ്ഞത്, നിങ്ങളുടെ മകൻ കിടക്കയിലായിരിക്കും, എന്നും പരിചരിക്കുവാൻ ആരെങ്കിലും നിങ്ങളുടെ മകൻ ഉണ്ടായിരിക്കണം, ഒരിക്കലും നിങ്ങളുടെ മകൻ എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പറഞ്ഞു. Now, on this January 31st, I'll be completing 11 years being on a wheelchair. ഈ ജാനുവരി 31 ഞാൻ 11 വർഷം പൂർത്തീകരിക്കുകയാണ് വീൽ ചെയറിലുള്ള ജീവിതത്തിന്റെ. And I'm completely paralyzed from my hip below. I do not have any senses, any functions, which means no bladder controls. I always have to wear a diaper when I travel. എന്റെ അരയ്ക്ക് താഴെ ഞാൻ പൂർണ്ണമായിട്ടും തളർവാദം പിടിച്ച ഒരാളാണ്. ഒരു ചലനവും ഞാൻ അനുഭവിക്കുന്നില്ല, സ്പർശനം അറിയുന്നില്ല, എനിക്ക് മൂത്രം പോലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. യാത്ര ചെയ്യുമ്പോൾ നിരന്തരമായിട്ട് ഡയപ്പർ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. Now, I've been in ministry for the last 8 years. കഴിഞ്ഞ 8 വർഷമായി ഞാൻ കർത്താവിന്റെ വേലയിലും. I have met people. ഞാൻ ആൾക്കാരെ കണ്ടു. And I have had relationships with huge amount of people. അനേകം ആൾക്കാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. But what changed my life was I don't have enough time to go through all of it, so I'll just give you 2 examples of 2 relationships that I've had.
എന്റെ എല്ലാ ബന്ധങ്ങളെക്കുറിച്ച് വിവരിച്ച് പറയാനുള്ള സമയമില്ലല്ലോ. എന്നാൽ രണ്ട് ബന്ധങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കും. After my first surgery, a group of Marthomite youths barged into the ICU to come and talk to me. എന്റെ ആദ്യത്തെ സർജറിക്ക് ശേഷം കുറച്ച് മർത്തോമ യുവജനങ്ങൾ അവർ സർജറി റൂമിലോട്ട് ഞാൻ കിടന്നിരുന്ന ആ റൂമിലോട്ട് അവർ കയറി വരികയായിരുന്നു. And they got to know, they started talking to me, and when they realized that this is my condition now, they started bringing more youths every single day in the evening. അവർക്ക് എന്റെ അവസ്ഥയെക്കുറിച്ച് അറിവ് കിട്ടി, എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത്, എന്റെ കാര്യം ഇങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ അവർ കൂടുതലും ആൾക്കാരെ കൊണ്ടുവരുവാൻ അവര് ശ്രമിച്ചു. Now there was not a single Pentecostal there, it was all Marthomites. അതിനകത്ത് ഒരാൾ പോലും പെന്തിക്കോസ്തുകാരനായിട്ടില്ലായിരുന്നു, എല്ലാവരും മർത്തോമക്കാരായിരുന്നു. But the point is, even though they were all Marthomites, the group used to go, but there was this one guy who used to stay back all the time. ഇവരെല്ലാവരും മർത്തോമക്കാരാണ്, അവർ കൂട്ടമായി വരുന്നു, തിരിച്ചു പോകുന്നു, എന്നാൽ ഒരു വ്യക്തി അതിൽ പുറകെ നിൽക്കുമായിരുന്നു. He was in his final year of engineering. ആ വ്യക്തി എഞ്ചിനീയറിംഗിന്റെ അവസാന വർഷ പഠനത്തിലായിരുന്നു. And even after I got discharged and came home, he used to come every afternoon to have lunch with me. ഞാൻ ഡിസ്ചാർജ് ആയി ഭവനത്തിൽ പോയി കഴിഞ്ഞും എല്ലാ ഉച്ചയ്ക്കും കൂടെ വന്നിരുന്ന് കഴിക്കുന്ന ഒരു പതിവ് ആ വ്യക്തി പുലർത്തി. And he used to cut his class and come and meet me and sit and talk to me. തന്റെ ക്ലാസ് മുടക്കിയിട്ടാണെങ്കിലും കടന്നു വന്ന് എൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുവാൻ, എൻ്റെ കൂടെ കൂട്ടായ്മ പങ്കുവെക്കാൻ പ്രയത്നിച്ച ഒരു വ്യക്തി. And till 2022, for nearly, I would say 6 to 7 years, he was with me until he left to Australia. 2020 വരെ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് താമസം മാറ്റുന്ന സമയം വരെ നിരന്തരമായി ഞാനുമായിട്ടുള്ള കൂട്ടായ്മ പുലർത്തിയ ഒരു വ്യക്തി. Now, relationship is what we are talking. That's why I'm sharing this part of my life. ബന്ധങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഈ അനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. It doesn't matter which church you go to, what is your belief, what denomination you belong to. What matters is, do you have a Jesus-like behavior and Jesus-like attitude to build a relationship? നിങ്ങൾ ഏത് സഭയിൽ പോകുന്നു, ഏത് ആരാധനയിലാണ് പങ്കെടുക്കുന്നത്, നിങ്ങൾ ഏത് ഡിനോമിനേഷനിലുള്ള ആളാണെന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്, യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു ബന്ധം പുലർത്തുവാൻ നമുക്ക് സാധിക്കും. I was lost in the position because I was not born a paralyzed. I was just born normal, but after this accident, I became disabled. എൻ്റെ ജീവിതത്തിലെ ഈ അനുഭവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരിക്കലും ഞാൻ തളർവാദ രോഗിയായിട്ട് ജനിച്ച ആളല്ല. ഞാൻ സാധാരണ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അങ്ങനെ ആകേണ്ട ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്നുള്ളത്. And it was very difficult to cope, and this boy used to come and sit with me and spend a lot of time with me. അതുമായിട്ടൊന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒട്ടും സാധ്യമല്ലാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനത്തെ ഒരു ജീവിതാനുഭവത്തിലാണ് ഈ ചെറുപ്പക്കാരൻ, ഈ പയ്യൻ വരികയും എന്നെ ബലപ്പെടുത്തുകയും എൻ്റെ കൂടെ കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തത്. And the second relationship is about a lady who came to meet me when I was in the hospital. രണ്ടാമത്തെ ബന്ധം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ എന്നെ കാണാൻ വന്ന ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. And she was 58 years old when she came to meet me. എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് 58 വർഷം വയസ്സ് പ്രായമുണ്ട്. And she was working in her kitchen when God spoke to her and said, there is a boy named Joshua in the hospital, you should go and meet him. ആ സ്ത്രീ ആ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആ സ്ത്രീയോട് പറഞ്ഞു, ജോഷുവ എന്ന് പേരുള്ള ആൾ ആശുപത്രിയിലുണ്ട്, നീ പോയി അവനെ കാണണം. And then she found out, she did everything that she can, and she found out and she came to meet me. അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി, എന്നെ കണ്ടുപിടിച്ച് ആശുപത്രിയിൽ വന്ന് എന്നെ കണ്ടു. And then she used to cook food for me. She used to bring me clothes. She used to bring me toys. I was 17 years old. I was 18 years old, but she used to bring me toys to play, and I had no idea why she's doing it. എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിപ്പിച്ചു എന്ന് മാത്രമല്ല, എനിക്കുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. മാത്രമല്ല 17-18 വയസ്സ് പ്രായമുള്ള എനിക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് തരുമായിരുന്നു. എനിക്ക് കളിപ്പാട്ടങ്ങൾ തന്നു. എനിക്കത് അന്നേരം മനസ്സിലായില്ല. And then 6 months later, she passed away because she was suffering ovarian cancer all through this time.
6 മാസത്തിന് ശേഷം ആ സ്ത്രീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. കാരണം എന്നോട് ബന്ധപ്പെട്ട് ഈ കൂട്ടായ്മ ആചരിക്കുന്ന സമയത്തൊക്കെയും ആ സ്ത്രീക്ക്, ആ സഹോദരിക്ക് ഓവേറിയൻ ക്യാൻസർ ആയി. That's the relationship I'm talking about. Do you have that relationship, and do you offer this kind of relationship to people? ആ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്രകാരമായ ബന്ധം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബന്ധമാണോ മറ്റുള്ളവരുമായിട്ട് പുലർത്തുന്നത്? I'm being stable in ministry. I'm serving people, but at the foundation, these were the people who invested their time, effort, love, and everything into my life. സ്ഥിരതയോടെ കർത്താവിന്റെ വേല ചെയ്യുവാനും കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാനും എനിക്കിന്ന് സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ആൾക്കാരാണ് എൻ്റെ ആവശ്യ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ശുശ്രൂഷ പകർന്നു നൽകി. Simple people, no big names, but they were the one who invested their time and effort into my life. സാധാരണ ആൾക്കാരാണ്, വലിയ പേരുകളൊന്നും പറയാനില്ല, എന്നാൽ അവരുടെ സമയം, അവരുടെ ജീവിതം എന്നിലേക്ക് പകർന്നു. So just like these 4 people who carried the paralytic person to Jesus, I want you all to take a decision that no matter how much effort it takes, you will bring people to Christ. അതുകൊണ്ട് ഈ 4 പേര് ചേർന്ന് ആ തളർവാദ രോഗിയെ കർത്താവിലേക്ക് എത്തിച്ചതുപോലെ നമ്മൾ ഇന്ന് എടുക്കേണ്ട തീരുമാനം, എന്ത് സംഭവിച്ചാലും നമ്മൾ ആൾക്കാരെ കർത്താവിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. You know how much physical effort it might have taken for them to dig a hole in the roof? നിങ്ങൾക്കറിയാമോ ആ മേൽക്കൂര പൊളിക്കാൻ എത്രമാത്രം കായിക അധ്വാനം അവർ ചെയ്യേണ്ടി വന്നതാണ്? And they had to find the tools, they had to find everything to make that hole in the roof. ആ മേൽക്കൂര പൊളിക്കുവാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തണം, അതിനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി അവർ അധ്വാനിച്ചിട്ടായിരിക്കണമല്ലോ ഇത് ചെയ്യേണ്ടത്. And just imagine you are sitting in your church, a pastor comes to preach, anointed pastor, and somebody can't come in, so these people go in the roof and start digging the hole. You know how ridiculous it looks. നിങ്ങൾ ഒരു ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നു, ആ സമയത്ത് ഒരാള് രോഗിയും കൊണ്ട് കുറച്ചു പേര് വരുന്നു, അവർക്ക് ഹോളിനകത്തോട്ട് കയറാൻ ഒക്കാത്തത് കൊണ്ട് അവർ മേൽക്കൂര പൊളിച്ച് താഴോട്ട് ആ രോഗിയെ ഇറക്കുവാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എത്ര ആശ്ചര്യം കൊള്ളുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. Everybody would make fun of these people. ഈ ആൾക്കാരെ ചൊല്ലി എല്ലാവരും പരിഹസിക്കും. They will stop them from doing it. അത് ചെയ്യുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തും. And they have to take care of the compensation because they made a hole in the roof. അവർ ഈ മേൽക്കൂര പൊളിച്ചത് കൊണ്ട് നഷ്ടപരിഹാരം ചോദിക്കും. But they didn't care. They just wanted him to bring to Jesus. എന്നാൽ അവർ അതൊന്നും വകവെച്ചില്ല. അവർക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ യേശുവിലേക്ക് എത്തിക്കണം. Another thing I want you to understand from this passage is that there is no verse in this chapter that mentions about this paralyzed person's faith. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വേദഭാഗത്തിൽ ഈ തളർവാദ രോഗിയുടെ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുപോലും ഇല്ല എന്നുള്ളതാണ്. It says that Jesus looked at these companions' faith and healed this man. തിരുവെഴുത്തുകൾ പറയുന്നത് ഈ സ്നേഹിതന്മാരുടെ വിശ്വാസം കണ്ടിട്ട് ഈ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. That's what verse 5 says. It says that Jesus looked at their faith, not his faith, but their faith, and healed this man. 5-ാം വാക്യത്തിൽ പറയുന്നത് അവരുടെ വിശ്വാസം കണ്ട്, അവന്റെ നല്ല അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. So this evening, do you know anybody who is not knowing Jesus? Do you have enough faith to bring that person to Christ? And do you think that Jesus, by looking at your faith, your effort, is going to bring that person and heal that person? ഇന്ന് സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അവർ യേശുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു, യേശുവിനെ അറിയാതെ ജീവിക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കാരണത്താൽ അവരെ കർത്താവ് സ്നേഹിക്കുക, അല്ലെ അവരെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യമാകും. Exodus chapter 17 verses 8 through 13. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. I repeat, Exodus chapter 17 verses 8 through 13. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട്, ഈ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിന്മേൽ ദൈവത്തിന്റെ പടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശെ അഹരോനും
ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശയുടെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ച് അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയുടെ നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ. Yeah. So that's the passage. Now that's another passage that we are very familiar about. ഇതും നമുക്ക് വളരെ പരിചയമുള്ള മറ്റൊരു വേദഭാഗമാണ്. But look at verse 12. അതിന്റെ 12ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. It says that Moses' hands were getting heavy and they were getting weary. അവിടെ എഴുതിയിരിക്കുന്ന മോശയുടെ കൈകൾ കുഴഞ്ഞു, തളർച്ച തോന്നി. And so they took a stone and put it under him and he sat on it. അതുകൊണ്ട് ഒരു കല്ല് അവർ നീക്കി വെച്ചിട്ട് മോശ അത് നീക്കി കൊടുത്തു. അവര് കല്ല് നീക്കി കൊടുക്കുകയും മോശ ആ കല്ലിന്മേൽ ഇരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. So Moses had company. അതുകൊണ്ട് മോശയ്ക്ക് ഇവിടെ കൂട്ടുണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു. And who were these people? They said, then Aaron and Hur held up his hands, one on one side, one on the other side, so his hands were steady until the going down of the sun. അതുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്, 2 പേര് അഹറോനും ഹൂരും ഓരോ വശത്തായി നിന്ന് ആ മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നിടം വരെ മോശയുടെ കരം ഉയർന്നിരിക്കുക. There are people who would love to serve God. There are people who would love to serve people. Are you the Aaron and Hur in their life? അതുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ജനത്തെ സേവിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഒരു അഹറോനോ ഹൂരോ ആകുവാൻ സാധിക്കും. Do you offer that relationship, or people offer this relationship to you? നിങ്ങൾ അപ്രകാരമായ ഒരു ശുശ്രൂഷ കൊടുക്കാൻ ഒരുക്കമുള്ളവരാണോ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ അപ്രകാരമായിട്ടുള്ള മറ്റാൾക്കാരുണ്ടോ? So this is the second kind of relationship. This is a second kind of relation. This is how you would know the second quality of relationship that you should have. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളുടെ രണ്ടാമത്തെ ഒരു വിശേഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്രകാരമായിരിക്കും. So the first type of relationship were like the 4 people who carried the paralytic man to Jesus. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളുടെ ഒന്നാമത്തെ വിശേഷണമായിട്ട് പറയുന്നത് ആ 4 പേര് ചേർന്ന പക്ഷവാത രോഗിയെ, തളർവാദ രോഗിയെ കർത്താവിലേക്ക് എത്തിച്ച ആ ഒരു ഗുണമായിരിക്കും. So we should have a relationship that would lift people up and lead them to Jesus. അതുകൊണ്ട് ജനങ്ങളെ പൊക്കിയെടുത്ത് കർത്താവിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ബന്ധമായിരിക്കണം നമ്മുടെ ബന്ധം. And the second kind of relationship is where you get empowered to fulfill your God-given calling. രണ്ടാമത്തെ ബന്ധത്തിന്റെ ഗുണമെന്ന് പറയുന്നത്, വിശേഷണം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നിയോഗത്തെ സഫലമാക്കുവാൻ, സാധ്യമാക്കുവാൻ നമ്മളെ ശക്തമാക്കുന്ന ബന്ധങ്ങളായിരിക്കണം. Because as human beings, there are times when we are tired and we are drained. കാരണം മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ തളർച്ച തോന്നുന്ന, നമ്മൾ ഒന്നുമല്ലാതായി, നമ്മൾ വെറും ശൂന്യമായി എന്ന് തോന്നുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. A lot of times when we are not able to pray ourselves. നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും തോന്നാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. When we don't get time to pray for our people, for ourselves. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. When we are not able to fulfill what God has asked us to do. ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഒക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. In those moments, do you have an Aaron? Do you have a Hur in your life? അങ്ങനത്തെ നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഹറോൻ, ഒരു ഹൂർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടോ? If there are people who are getting tired, are you becoming the Aaron and Hur in their life? അതുപോലെ മറ്റുള്ളവര് അവർക്ക് തളർച്ചയുണ്ടാകുമ്പോൾ, അവർ ക്ഷീണിക്കുന്ന വേളയിൽ നിങ്ങൾക്കൊരു അഹറോനായി, ഒരു ഹൂരായി അവരെ പിടിക്കുവാൻ, അവരെ താങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 1 Samuel chapter 18 verses 1. ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം. 1 Samuel chapter 18 verses 1. ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. We are talking about another part of relationship. ബന്ധത്തിന്റെ വേറൊരു വശത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. You know,
It is rare these days to find a love like Jonathan's love. യോനാഥാന്റെ സ്നേഹം പോലുള്ള ഒരു സ്നേഹം ഈ നാളുകളിൽ കണ്ടുകിട്ടാൻ വളരെ അസാധ്യമായ ഒരു കാര്യമായി മാറിയിരിക്കും. I want you all to take a few seconds to reflect on this and just think about all the people you know in your life who loves you like Jonathan. നിങ്ങൾ മനസ്സൊന്ന് ശാന്തമാക്കി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ, എന്നാൽ യോനത്താനെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ സമയമെടുത്താട്ടെ. Can you come up with at least one name who loves you like Jonathan? യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? If you do not have it, I encourage you not to be sad, because we do have a name called Jesus and he is still here with us. യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ച പോലെ ഒരാൾ പോലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ശ്രേഷ്ഠമായി അതുല്യമായി സ്നേഹിക്കുന്ന കർത്താവായ യേശു നമുക്ക് വേണ്ടിയുണ്ട്. അവൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. 1 Samuel chapter 18 verses 1 says that the soul of Jonathan was knit with the soul of David. ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് യോനാഥാന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. And Jonathan loved him as his own life. യോനാഥാൻ അവനെ പ്രാണന് തുല്യമായി സ്നേഹിച്ചു. Are you loving every person that you know in the same manner? നമുക്കറിയാവുന്ന ഓരോ വ്യക്തികളെ ഇതുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. Regardless of how annoying they can be, regardless how irritating they can be, can you love the same people in the same manner? നമുക്ക് ആൾക്കാര് അവര് നമുക്ക് ബുദ്ധിമുട്ട് തരുന്നവരായിരിക്കാം, നമ്മളെ ശല്യപ്പെടുത്തുന്നവരായിരിക്കാം, എന്നാൽ യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചതുപോലെ നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നു. Are you able to, the question, the thing that I'm trying to address is, are you able to love people just the way Jesus loves you? ഞാൻ ചോദിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, യേശു നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. So that's the third thing about relationship that you offer or you receive. Your relationship should be bound by deep, intimate love that strengthens the soul. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചുള്ള മൂന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മാവിനെ ഒട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ ഇഴുകിച്ചേർക്കുന്ന രീതിയിലുള്ള സ്നേഹത്താൽ നിറഞ്ഞതായിരിക്കണം നമ്മുടെ ബന്ധങ്ങൾ. If you love people only because they love you, your love is conditional. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ മാത്രമാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് അത് വ്യവസ്ഥകളുള്ള ഒരു സ്നേഹമായി മാറുകയാണ്. If you love someone because they are good to you, if you love someone because they are in terms with you, that is not true love. മറ്റുള്ളവർ നമ്മളോട് നന്മ ചെയ്യുന്ന കാരണത്താൽ, അവർ നമ്മളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന കാരണത്താൽ മാത്രമാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമാണ് നമുക്ക് പറയാൻ സാധിക്കും. Do you know that Jesus loves a fake person just the same way he loves you? ഒരു വ്യക്തി കർത്താവിനോട് ഭോഷ്ക് പ്രവർത്തിച്ചാലും കർത്താവ് ആ വ്യക്തിയെ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു അതേ അളവിലാണ് ആ വ്യക്തിയും കർത്താവ് സ്നേഹിക്കുന്നത്. And we are called to do the same thing. നമ്മളും അങ്ങനെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. Unconditional love. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. Proverbs chapter 27 verses 17. സദൃശവാക്യം 27:17. Proverbs chapter 27 verses 17. 27-ാം അധ്യായം സദൃശവാക്യത്തിന്റെ അതിന്റെ 17-ാമത്തെ വാക്യം. ഇരുവര് മൂർച്ച കൂട്ടുന്നു, മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. And it talks about a relationship where your purpose is sharpened and it refines your character. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ബന്ധങ്ങളിൽ നമ്മളുടെ ഉദ്ദേശം മൂർച്ചയുള്ളതായി തീരണം, നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ശുദ്ധിയുള്ളതായി, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റി കൂടുന്ന അനുഭവം ഉണ്ടാകും. Examine your relationships you have with people, your kids, your parents, your friends, your church mates. Examine all of it. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും ഒന്ന് വിലയിരുത്തിക്കാട്ടെ. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, സഭയിലുള്ള ബന്ധം എല്ലാം ഒന്ന് വിലയിരുത്തിക്കാട്ടെ. Are you sharpening the purpose and character of the people in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ഉദ്ദേശത്തെയും അവരുടെ സ്വഭാവത്തെയും അതിന്റെ മൂർച്ച കൂട്ടുവാൻ, അതിന് ശുദ്ധീകരണം വരുത്തുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണോ?
When I say sharpen, I'm not talking about judgment. ഞാൻ മൂർച്ച കൂട്ടുക എന്ന് പറയുമ്പം വിധിക്കുന്ന കാര്യം, കുത്ത് കൊള്ളിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. I'm meaning sharpening the knife. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാളിന്റെ മൂർച്ച, പിച്ചാത്തിയുടെ മൂർച്ച കൂട്ടുന്നത് പോലെ. You're not supposed to judge and kill people off with your words. You're supposed to encourage them, and that's how you sharpen them. നമ്മൾ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ വെട്ടിയിടാനോ വേദനിപ്പിക്കുവാനോ അല്ല, വിധിക്കാനല്ല, അവരുടെ ജീവിതത്തിൽ അവര് അനുഗ്രഹീതരായി തീരുവാൻ നമ്മളുടെ പ്രോത്സാഹനത്തിന്റെ വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത്. How many times have you sat in church? Now, I'm not going to point out anybody because I don't know anyone, but how many times have you sat in church and did a gossip about somebody in the church something that you've heard, and you have done a lot of gossip? എനിക്ക് നിങ്ങളെ ആരും അറിയത്തില്ല, ഞാൻ പറയട്ടെ, എത്ര പ്രാവശ്യമാണ് നിങ്ങൾ സഭയിലിരുന്ന് അല്ലെ ഹാളിലിരുന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത കേട്ടപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് പരദൂഷണം പറഞ്ഞു? And how many times have you spoken about something to somebody which you just heard from somebody else? വേറൊരു ആളുടെ നിന്ന് കേട്ട ഒരു കാര്യം നമ്മൾ അത് ഉറപ്പുപോലും വരുത്താതെ നമ്മൾ വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. Now let me tell you this. The book of Romans chapter 1 and 1 Corinthians chapter 6, both sections actually connects in terms of sins, and gossip, murder, homosexuality, all of this are in the same zone. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം എടുത്താലും കൊരിന്ത്യരുടെ 1-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായം എടുത്താലും പാപങ്ങളുടെ പട്ടികയിൽ വ്യഭിചാരമായിരിക്കാം, സുവർഗഭോഗമായിരിക്കാം, ഇങ്ങനത്തെ കൊലപാതകം, ഇതിനോടൊക്കെ ചേർത്താണ് പരദൂഷണവും വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു ഗണത്തിൽ വരുന്ന കാര്യം. Which means if someone comes to your church who has committed adultery, and if someone in your church comes to who has committed murder, and if you gossip, you are just as same as them. അതുകൊണ്ട് സഭയിൽ വരുന്ന ഒരു വ്യക്തി വ്യഭിചാരം ചെയ്തിട്ടുണ്ടായിരിക്കാം, വേറൊരു വ്യക്തി കൊലപാതകം ചെയ്തിട്ടുണ്ടായിരിക്കാം, നമ്മൾ പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ഗണത്തിൽ പെടുകയാണ്. But the good news is, എന്നാൽ സുവാർത്ത എന്ന് പറയുന്നത്, Jesus loves them the same way he loves you. കർത്താവ് അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു അതുപോലെ കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുക. And his love is calling you out to build a relationship with everybody regardless of what they do in their life. അതുകൊണ്ട് നിങ്ങളെ ദൈവം വിളിക്കുകയാണ്, ആ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുകയാണ്. മറ്റുള്ളവർ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരെ സ്നേഹിക്കുവാൻ ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. Jesus had 12 disciples. കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായി. He knew Judas was going to betray him, but he still loved Judas and washed his feet. കർത്താവിനറിയാം യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണെന്നും, എന്നിട്ടും കർത്താവ് അവനെ സ്നേഹിച്ചു, അവന്റെ കാലുകളും കഴുകി. Jesus knew that Peter was going to deny him, but he still did the same for Peter. കർത്താവിനറിയാം പത്രോസ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറയാൻ പോവാണ്. അത് തന്നെ കർത്താവ് പത്രോസിനും ചെയ്തു. ആ ശുശ്രൂഷ പത്രോസിനും കൊടുത്തു. Don't treat people the same way they treat you. മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കരുത് നിങ്ങൾ അവരോട് പെരുമാറുന്നത്. Now the reason why I'm emphasizing this again and again is because if you don't have a godly relationship, if you don't offer a relationship like Jesus, you're actually not having a good relationship with God. അതുകൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ദൈവികമായ ബന്ധം നമുക്ക് പുലർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടോ എന്ന് തന്നെ ചോദ്യമാണ്. Because you can sit for hours and pray for all your needs, you can sit and cry before God, but if you are not in a healthy state relationship with people around you, you need to re-examine, you need to re-surrender yourself. അതുകൊണ്ട് മണിക്കൂറുകൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ ചൊല്ലി പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയാൻ ഇതൊക്കെ സാധിക്കും. എന്നാൽ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊക്കെ വ്യർത്ഥമാവുകയാണ്. So tonight, if you have a bitterness towards anybody, regardless of what they did, place it right at the altar and just move on and receive the grace and offer the grace. ഇന്ന് രാത്രിയിൽ മറ്റുള്ളവർ ചെയ്ത കാരണത്താൽ, എന്തെങ്കിലും പ്രവർത്തിച്ച കാരണത്താൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കയ്പ് പുലർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് നമുക്കത് യാഗപീഠത്തിന്മേൽ വെച്ച് അത് ഒരു ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്, ഒരു വിടുതൽ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമായി. Jesus is offering you forgiveness, so receive that forgiveness and offer it to the people also. കർത്താവ് നിങ്ങളെ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പാപമോചനം, ആ ക്ഷമ നമ്മൾ സ്വീകരിക്കുകയും മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഉള്ളവരായി മാറുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. So extend what you receive from God.
അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ചതൊക്കെ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കും. So if you have money, extend it to people you have. നിങ്ങൾക്ക് ധനമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കുക. If you have peace, extend it to the people. നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ അത് ജനത്തിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. If you have joy, extend it to the people. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അത് ജനത്തിലേക്ക് പകർന്നു കൊടുക്കുക. If you have received forgiveness, extend it to people. Don't hold back. നിങ്ങൾക്ക് ക്ഷമ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ജനത്തിലേക്ക് പകർന്നു കൊടുക്കുക, പിടിച്ചു വെക്കാതിരിക്കുക. 1 Corinthians chapter 15 verses 33. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 33-ാം വാക്യം. 1 Corinthians chapter 15 verses 33. വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. The scripture says, evil companionship corrupts and depraves good manners and moral character. തിരുവെഴുത്തുകൾ പറയുന്നു, അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. So these are the 5 things. There are many more, but these are the 5 things I want you to understand about relationship. അനേകം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ബന്ധങ്ങളെ കുറിച്ചുള്ള ഈ 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. When I got the call, when Auntie gave me the call and said that I have to serve this evening, I was thinking what portion I'm supposed to speak. ആന്റി എന്നെ വിളിച്ച് ഇന്ന് ശുശ്രൂഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, ഏത് വിഷയമാണ് നിങ്ങളോട് പറയേണ്ടത്. And I started picking up the portion from Acts where the Paul and Silas were in the prison and they were worshiping. ഞാൻ എടുത്ത വേദഭാഗം എന്ന് പറയുന്നത് പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആ വേദഭാഗമായിരുന്നു. And then I thought I'll talk about worship. ഇന്ന് ഞാൻ ആരാധനയെ കുറിച്ച് പറയാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. And then I picked some other passages. Thought I'll talk about healing and miracles. അല്ലെങ്കിൽ വേറൊരു വേദഭാഗം എടുത്തിട്ട് സൗഖ്യത്തെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ച് പറയാമെന്ന് ഞാൻ ചിന്തിച്ചു. I picked so many passages to speak, but then the Holy Spirit asked me that I have to address this evening. ഞാൻ പല വേദഭാഗങ്ങൾ, പല വിഷയങ്ങൾ ചിന്തിച്ചെങ്കിലും ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയേണ്ടത്. Because the most important thing in your life, in your faith life, is your circle. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധങ്ങളുടെ വൃത്തം, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ബന്ധങ്ങളുടെ ആ മണ്ഡലമാണ്. Because if you don't have a good circle, you are going to drown in life. ബന്ധങ്ങളുടെ നല്ലൊരു വൃത്തത്തിലല്ല നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഈ ജീവിത ഓട്ടത്തിൽ നമ്മൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. Because if you don't have a good circle, they won't strengthen you, they won't take you to Jesus, they won't strengthen your soul, they won't refine your character, they won't lead you to positive change. They will just keep on putting you in a box. നല്ല ബന്ധങ്ങളില്ലാത്ത നമ്മളുടെ ജീവിതത്തിൽ അവർക്ക് നമ്മളെ കർത്താവിലേക്ക് എത്തിക്കാനോ, തളർന്നിരിക്കുന്ന നമ്മളെ ബലപ്പെടുത്തുവാനോ, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശത്തിന്റെ മൂർച്ച കൂട്ടാനോ, സ്വഭാവത്തിന്റെ ശുദ്ധീകരണത്തിന് ഉതകുന്ന രീതിയിൽ ശുശ്രൂഷിക്കുവാനോ ഒന്നും നമുക്കതൊന്നും ലഭിക്കാതെ അവർ നമ്മളെ ഒരു പെട്ടിക്കകത്ത് അടച്ചിടുന്ന ഒരു അവസ്ഥയായിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ള. Now, while you examine the relationship people are offering, also examine the relationship you are offering to people. മറ്റുള്ളവർ നമുക്ക് നൽകുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നു. ബന്ധങ്ങൾ എന്ന് പറയുന്ന മറ്റുള്ളവർ നമുക്ക് തരുന്ന കാര്യം മാത്രമല്ലല്ലോ. അത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ബന്ധങ്ങളിൽ കൊടുക്കുന്നു എന്നതുകൂടെ ചിന്തിക്കാൻ നമുക്കിന്ന് സാധിക്കും. Now, I'm saying all this out of experience. ഇതെല്ലാം ഞാൻ പറയുന്ന എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. Because I've already mentioned I met with a train accident 11 years ago and I'm still on a wheelchair. ഞാൻ പറഞ്ഞല്ലോ 11 വർഷത്തിന് മുമ്പ് ഒരു ട്രെയിൻ അപകടത്തിൽ ഞാൻ പെടുകയും ഞാൻ അത്രയും നാള് ഒരു വീൽ ചെയറിലാണ് ജീവിച്ചത്. Just a second. Is it me? Just a second. Is there a buzzing sound or is it just me? No? Joshua, it's okay. Joshua, it's okay. You go ahead. Are you okay? Could hear a buzzing sound. No issues, Joshua. No. It's too much. Okay. So, for 11 years, I've been on this wheelchair. I've been in this situation where I have to be confined to my chair most of the time. 11 വർഷമായിട്ട് ഞാൻ ഈ വീൽ ചെയറിലാണ്. എന്റെ ജീവിതം ഒന്നീ കിടക്കയിലല്ലേ വീൽ ചെയറിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു ജീവിതമാണ് എന്റെ ജീവിതം 11 വർഷമായിട്ട്. And
I was in the ICU after my accident. ആക്സിഡന്റിന് ശേഷം ഞാൻ ICU-ലായിരുന്നു. And I think it was day 5 in the ICU when I'm trying to connect. Just give me a moment. Sorry for this thing. ICU-ലായിരുന്ന 5-ാമത്തെ ദിവസമാണ് ഞാനിവിടെ സൗണ്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്ഷമിക്കും. Okay. It was first week in the ICU. I was in a semi-conscious state with a lot of medication ongoing. ICU-ലെ ആദ്യത്തെ ആഴ്ചയായിരുന്നു ഒരു പകുതി ബോധാവസ്ഥയിൽ, കാരണം ഒത്തിരി മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. And I still remember my mom comes up with the phone and says that it's grandma. She wants to talk to you. Pardon, Joshua, can you repeat, please? Yeah, I said my mom comes with her phone and she says it's grandma and she wants to talk to you. എൻ്റെ അമ്മ ഫോണുമായിട്ട് വന്നിട്ട് പറയുന്നു, അമ്മച്ചിക്ക് വല്യമ്മയ്ക്ക് മോനോട് സംസാരിക്കണം. Now in the semi-conscious state, I somehow got excited and I said, okay, I'll talk to her. അപ്പം ആ പകുതി ബോധാവസ്ഥയിൽ, ഒരു പകുതി അബോധാവസ്ഥയിൽ എനിക്ക് എവിടുന്നോ ഒരു ഉത്തേജനം കിട്ടിയിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. And I took the phone and the first thing I hear from my grandma is, this happened because your parents sinned against God. അപ്പം ഞാൻ ഫോൺ എടുക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ വല്യമ്മയ്ക്ക് പറയാനുണ്ടായിരുന്ന കാര്യം, ഇത് സംഭവിച്ചത് നിന്റെ അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ പാപം ചെയ്ത കാരണത്താൽ. And in the following weeks, I was in the ICU. I can't move. I'm just there on the bed. I can't move at all. And believers started coming in. അതിന്റെ അടുത്ത ദിവസങ്ങളിലും ഞാൻ ICU-ലാണ്. എനിക്ക് അനങ്ങാനൊക്കത്തില്ല, എനിക്ക് എഴുന്നേൽക്കാനൊക്കത്തില്ല. വിശ്വാസികൾ എന്നെ കാണാൻ വന്നു. And a group of them said that this happened because he went to job and God took out his leg so that he cannot work anymore and he can serve God. ചിലര് പറഞ്ഞു, കർത്താവ് ഇവന്റെ കാലെടുത്തത് ഇവൻ ജോലിക്ക് പോയത് കൊണ്ടാണ്. കാലെടുത്ത് ഇവൻ ഇനി ജോലിക്ക് പോകത്തില്ലോ, കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ചിലര് പറയും. And some said he used to play football. God did not like him playing football, so God just made him paralyzed. വേറെ ആൾക്കാർ പറഞ്ഞു, ഇവൻ ഫുട്ബോൾ കളിക്കുന്നവനായിരുന്നു, കർത്താവിന് ഇവൻ ഫുട്ബോൾ കളിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവനെ ഒരു തളർവാദ രോഗിയാക്കി എന്ന് ചിലർ പറഞ്ഞു. And some people said that I sinned. There is a scripture in Matthew. It says that it is better to enter heaven than to cut off if you sin with your hand, cut off your hand and so you can enter heaven. And they just said that I sinned with my 3 fingers of my left hand, so God just took the 3 fingers off. വേറെ ചിലര് പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗത്തെ വളരെ വിചിത്രമായിട്ട് അവർ വ്യാഖ്യാനിച്ച്, നിങ്ങളുടെ കരം നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളയുക. അപ്പം എന്റെ ഈ കരത്തിന്റെ 3 വിരൽ കൊണ്ട് പാപം ചെയ്ത കാരണത്താൽ ആ 3 വിരലുകൾ കർത്താവ് വെട്ടിയെടുത്തു എന്ന് വേറെ ചിലർ പറയുന്നവരുണ്ട്. Now all these wounds of people actually came from all the believers. No Gentile ever spoke to me like that. It were the believers that spoke to me like that. വിജാതിയരല്ലേ, അവിശ്വാസികളായ ആരും തന്നെ ഇങ്ങനത്തെ വാക്കുകൾ എന്നോട് പറഞ്ഞില്ല. ഈ മുറിവുകളൊക്കെ എനിക്ക് നൽകിയത് വിശ്വാസികൾ. But I'm still here in faith. എന്നാൽ ഇപ്പോഴും ഞാൻ വിശ്വാസത്തിലാണ്. Because Jesus asked me to love these people regardless of what they do and how they are. കാരണം യേശു എന്നോട് ആവശ്യപ്പെടുന്നത്, അവരെന്നോട് എങ്ങനായിരുന്നാലും, അവരെന്നോട് എന്തെല്ലാം ചെയ്താലും ഞാൻ അവരെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവൻ. My life has been a series of unending miracles. That's how I would say as a part of my testimony. എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ ഭാഗമായി പറയാനുള്ളത്, തുടർച്ചയായി അത്ഭുതങ്ങളുടെ ഒരു ശൃംഖലയാണ് എൻ്റെ ജീവിതം. I was in grade 2 and in the final examination I had chickenpox. എൻ്റെ 2ാം ക്ലാസ്സിന്റെ അവസാന പരീക്ഷയുടെ സമയത്താണ് എനിക്ക് ചിക്കൻ പോക്സ് ഉണ്ടായത്. Grade 3 I suffered mumps. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മംസ് എന്നുള്ള അസുഖം ഉണ്ടായി. Grade 4 measles. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മീസിൽസ് അടിമയായി. Grade 5 typhoid. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൈഫോയിഡ് ഉണ്ടാവും. Grade 6 scabies. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കാബീസ് ഉണ്ടായി. In 7th standard I was in a boarding school. I was sexually raped and abused for 7 months. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബോർഡിങ്ങിലായിരിക്കുന്ന എന്നെ അവര് പീഡിപ്പിക്കുകയും എന്നെ ചൂഷണം ചെയ്യുകയും ചെയ്തു. 8th and 9th standard did not go to school because my parents could not afford to pay the fees. 8ഉം 9ഉം ക്ലാസ്സുകളിൽ സ്കൂളിൽ പോകാൻ സാധിച്ചില്ല, കാരണം മാതാപിതാക്കൾക്ക് കൊടുക്കാൻ ഫീസ് ഇല്ലായിരുന്നു.
10th standard, 2 weeks before my board examination, my house caught fire. 10th ക്ലാസ്സിന്റെ ബോർഡ് എക്സാമിന്റെ 2 ആഴ്ചക്ക് മുമ്പാണ് എൻ്റെ വീടിന് തീ പിടിക്കും. And everything was burned, but when the results came out, I was the rank holder of the school. എല്ലാം കത്തിച്ചാമ്പലായെങ്കിലും റിസൾട്ട് വന്നപ്പോൾ സ്കൂളിൽ റാങ്ക് ഹോൾഡർ ആയിരുന്നു. In 11th standard, I did not get I did not get an admission because I was a Christian. 11ാം ക്ലാസ്സിൽ ഞാനൊരു ക്രിസ്ത്യാനിയായ കാരണത്താൽ എനിക്ക് അവർ അഡ്മിഷൻ നിഷേധിച്ചു. And then in 12th standard, 2 months before my board examination, I suffered jaundice because my best friend did a witchcraft on me. 12ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പായിട്ടാണ് എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായത്, കാരണം എൻ്റെ ഏറ്റവും ഉറ്റ സ്നേഹിതൻ എനിക്കെതിരായിട്ട് അഭിചാരം ചെയ്തു. I was in the hospital for 10 days. ഞാൻ ആശുപത്രിയിൽ 10 ദിവസം കിടന്നു. Doctors were looking at the report. They were saying it's jaundice, but they were not able to treat it because it was not jaundice. അവര് റിപ്പോർട്ട് നോക്കിയിട്ട് മഞ്ഞപ്പിത്തമാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് ചികിത്സിച്ചിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, കാരണം അത് മഞ്ഞപ്പിത്തം മാത്രമല്ലായിരുന്നല്ലോ. 10 days I was in the hospital. My situation, my liver was swollen, my fluid was filling in my stomach. I was dying as days were passing by. My health was getting down and low. 10 ദിവസം ഞാൻ ആശുപത്രിയിലായിരുന്നു. കരളിന് വീക്കമുണ്ടായി, വയറിൽ ഫ്ലൂയിഡ് നിറയുന്നു. എൻ്റെ പ്രാണന് വേണ്ടി ഞാൻ മല്ലിടുന്ന ദിവസങ്ങളായിരുന്നു ആ ദിവസം. And finally, in the second week in the hospital, one night I got up. I said, God, if you want to do something, do it now. 2ാമത്തെ ആഴ്ച ആശുപത്രിയിലായിരിക്കുന്ന ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നീ ഇപ്പോൾ ചെയ്യണം. 16 years I was born and raised in a Pentecostal home. 16 വർഷങ്ങൾ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. I've heard pastors speak about Jesus. I've heard pastors preach about the risen Christ and how he's doing miracles, and I've heard all of it. ഞാൻ കർത്താവിന്റെ ദാസന്മാര് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ധാരാളം വചനം കേട്ടിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ ധാരാളം കേട്ട വ്യക്തിയാണ്. But on that night when I made that prayer, I physically saw Jesus coming into my room and telling me, remain in me and I will heal you. പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ എന്നാൽ ഞാൻ വ്യക്തമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുകയും എൻ്റെ ആശുപത്രി മുറിയിൽ കർത്താവിനോട് പറയുന്നത് ഞാൻ കേട്ടു, നീ എന്നിൽ വസിക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കും. And I was healed and released from the hospital. ഞാൻ സൗഖ്യമായെന്ന് മാത്രമല്ല, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. And then I went and gave the examination. I did not write anything in my exams, but I still passed my 12th boards. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി, പരീക്ഷ എഴുതി. പരീക്ഷയിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് എഴുതാൻ സാധിച്ചില്ല, എങ്കിലും I passed my 12th boards, and 6 months later I got a job at the airport. എൻ്റെ 12ാം ക്ലാസ്സിലെ പരീക്ഷ ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് എയർപോർട്ടിലെ ജോലി ലഭിക്കുകയും ചെയ്തു. And while going to work, I met with this train accident. അങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്താണ് ഈ ട്രെയിൻ അപകടം ഉണ്ടാകുന്നത്. And then I had to undergo 2 surgeries, as I've mentioned before. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 സർജറിയാണ് പിന്നെ എനിക്ക് നേരിടേണ്ടി വന്നത്. And when I went for the second surgery for my hand, the skin that you see is not the original skin. It was taken from my thighs. ആ 2ാമത്തെ സർജറി, എൻ്റെ ആ അറ്റുപോയ വിരലുകൾക്ക് അവർ ചെയ്ത സർജറി, നിങ്ങൾ കാണുന്ന ത്വക്കെന്ന് പറയുന്നത് അത് അവിടുത്തെ ത്വക്കല്ല, അതെന്റെ തുടയിൽ നിന്ന് അവർ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്ത ത്വക്കാണ്. And for this surgery, they one morning the doctors came and said, it's time to do the surgery. We'll be taking you in the evening. 2ാമത്തെ സർജറിയുടെ അന്ന് പ്രഭാതത്തിൽ ഡോക്ടർമാർ വന്ന് പറഞ്ഞു, സർജറി ചെയ്യേണ്ട സമയമായല്ലോ, സന്ധ്യയ്ക്ക് നിന്നെ സർജറിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. And in the evening came, they took me from my bed, put me in the stretcher, wheeled me into the operation theater. അവര് സന്ധ്യ ആയപ്പോൾ എന്നെ എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി എന്നെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോവുകയാണ്. And they took me to the operation theater and they put me aside and they started preparing for the surgery. അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുന്നു. അവര് ഓപ്പറേഷനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. And my body was fully wired with all the ECG and all the BP, ECG and all the wires. It was connected to my body. എല്ലാ ഉപകരണങ്ങളോട് എൻ്റെ ശരീരത്തെ ഘടിപ്പിച്ചിരിക്കുന്നു. BP നോക്കാനും ECG നോക്കാനുള്ള മെഷീനുകളുമായിട്ട് എൻ്റെ ശരീരത്തെ ഇങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുക. And while they were preparing, there was a sudden chaos in that room. അവര് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആ ഓപ്പറേഷൻ റൂമിൽ കോലാഹലം ഉണ്ടാകും. They heard
a long beep sound from the ECG machine. ആ ECG മെഷീനിൽ നിന്ന് നീണ്ടു വരുന്ന ഒരു ശബ്ദമാണ് അവർ കേട്ടത്. And when they looked, it was a straight line. I died on that table that night. അപ്പം മേളിലോട്ടും താഴോട്ടും പോകുന്ന ECGയിൽ അവർ നേരെയുള്ള ഒരു വരയാണ് കാണുന്നത്. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഓപ്പറേഷൻ ബെഡിൽ ഞാൻ മരണപ്പെട്ടു. My heartbeat stopped. My body എന്റെ turned ഹൃദയം cold. I was not നിലച്ചു. responding. എന്റെ ശരീരം പ്രതികരിക്കുന്നില്ല. And in that moment, my spirit came out of my body and I saw the heavens split open. ആ സമയത്ത് എന്റെ ആത്മാവ് ശരീരം വിട്ടു വരികയും സ്വർഗം രണ്ടായി പിളർക്കുന്നതായി ഞാൻ കാണുകയും ചെയ്തു. Jesus was standing on his throne and he looked at me. He said, "Remain in me and everything will be possible for you." ഞാൻ വീണ്ടും കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണുകയും കർത്താവ് എന്നോട് പറയുന്നത് കേൾക്കുകയും ചെയ്തു. നീ എന്നിൽ വസിക്കുക, ഇതെല്ലാം സാധ്യമായി തീരും, നിനക്കെല്ലാം സാധ്യമാകും. And since then, it's been 11 years. Everything that I put my hands on was possible for me. അന്നു മുതൽ 11 വർഷമായല്ലോ ഞാൻ കരം വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധ്യമായിട്ടുണ്ട്. It was the grace and the power and the anointing that he has bestowed upon me that I was able to do everything that I wanted to do. എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചത് അവന്റെ കൃപ, അവന്റെ ബലം, അവന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ കാരണത്താൽ മാത്രമാണ്. And to be very honest, I am very happy that I'm on a wheelchair. I'm very happy that I cannot feel anything below my hip. I'm happy that I'm a disabled. സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ വീൽ ചെയറിലായിരിക്കുന്നു, അരയ്ക്ക് താഴെ ചലനമല്ല. എനിക്ക് ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സന്തുഷ്ടനാണെന്ന് സത്യസന്ധതയോടെ ഞാൻ പറയുകയാണ്. I'm happy because my achievements actually prove that there is a higher power and that God has helped me do it. ഞാൻ സന്തുഷ്ടനാകുന്ന കാരണം എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ അത് മാനുഷികമല്ല, ഒരു ഉയർന്ന ഒരു ശക്തി ഉള്ളതിനുള്ള ഒരു സാക്ഷ്യമാണ്. I did my bachelor's from my bed. I did a double master's from my bed. ഞാൻ ആ രോഗക്കിടക്കയിൽ നിന്ന് എന്റെ ബാച്ചലേഴ്സ് ഡിഗ്രി പൂർത്തീകരിച്ചു. 2 മാസ്റ്റേഴ്സ് ഡിഗ്രിയും പൂർത്തീകരിക്കാൻ രോഗക്കിടക്കയിൽ ആയിരിക്കുമ്പോൾ തന്നെ. I taught myself 4 instruments and I wrote more than 75 songs. ഞാൻ എന്നെ തന്നെ 4 സംഗീത ഉപകരണങ്ങൾ പഠിപ്പിച്ചു. ഞാൻ തന്നെ അത് പഠിച്ച് പരിശീലിച്ചു. 75-ൽ പരം ഗീതങ്ങൾ രചിക്കുവാൻ എനിക്ക് സാധിച്ചു. And I'm currently writing 2 books. I'm going to do my PhD. I have spoken and I've preached from this wheelchair in 4 different continents. ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ PhDക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു. ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ 4 ഭൂഖണ്ഡങ്ങളിൽ പ്രസംഗിക്കുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. I have preached in places where people would in my situation it's not possible, but they allowed me to do it. ഞാൻ പ്രസംഗിച്ച സാഹചര്യത്തിൽ എൻ്റെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സാധിക്കത്തില്ല, പക്ഷെങ്കിൽ അതെനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൾക്കാർ അനുവാദം തരത്തില്ല. And let me tell you, my first sermon was in a Marthoma church. ഞാൻ പറയട്ടെ, എൻ്റെ ആദ്യത്തെ പ്രസംഗം ഒരു മർത്തോമ പള്ളിയിലായിരുന്നു. I've preached in every denomination from Adventist to RC to every possible church you can name. I've preached in every single church. എല്ലാ സഭാ വിഭാഗങ്ങളിൽ, അത് അഡ്വന്റിസ്റ്റ് ആയിരിക്കാം, RC ആയിരിക്കാം, എല്ലാ സഭാ വിഭാഗങ്ങളിലും എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. Now you know that it's not possible. I'm on a wheelchair. I need assistance to even travel, but I was able to do it because God enabled, God strengthened me to do it. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വീൽ ചെയറിലാണ്. പരസഹായം കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാനോ എങ്ങും പോകാനോ പറ്റത്തില്ല. ദൈവം ഇതിലുണ്ടായിരുന്ന കാരണത്താൽ, ദൈവം എന്നെ ബലപ്പെടുത്തിയ കാരണത്താലാണ് ഇതെല്ലാം സാധ്യമായി തീർന്നത്. And I'm still going strong. I'm still going to do bigger things, I believe, because God's not done with me. ഞാൻ വീണ്ടും ബലത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതിലും വലിയ കാര്യങ്ങൾ ദൈവം എന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. But the thing is, the relationship that I have with Jesus is very different than what you see in churches these days. എന്നാൽ വ്യത്യാസം ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം വ്യത്യസ്തമാണ്. അത് ഇന്ന് സഭകളിൽ കാണുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു ബന്ധമാണ് ഇനി കർത്താവുമായിട്ടുള്ളത്. In 11 years being on the bed,
seeing people ignore me because I'm disabled, seeing people treat me with sympathy, and all of these things, Jesus has taught me what true love looks like. ഈ വീൽ ചെയറിലായിരിക്കുന്ന എന്നോട് ആൾക്കാർ കാണിക്കുന്ന വിവേചനം, അവർ ചിലപ്പം സഹാനുഭൂതി ആയിരിക്കാം പ്രകടിപ്പിക്കുന്നത്, സഹതപിക്കുന്നവരായിരിക്കാം. ഇതൊക്കെ എനിക്ക് വെളിവാക്കി തന്നു ദൈവത്തിന്റെ സ്നേഹം എന്താകുന്നു. In all these years, I've met thousands of people. I would 10 millions of people, I would say, but it was very rare. I would say just 1% of people actually loved me truly, and everybody else just had sympathy because I'm on a wheelchair. ഞാൻ ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്ന് പറയാം. അതിനകത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും, കുറച്ചു പേര്, 1-2 പേരൊഴികെ ബഹുഭൂരിപക്ഷം ആൾക്കാരും സഹതപിക്കുന്നവരായി, വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളോട് സഹതാപം കാണിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. But to love them back, regardless of how they treat me, was what Jesus taught me. എന്നാൽ അവരെന്നോട് എങ്ങനെല്ലാം പെരുമാറിയാലും അവരെ സ്നേഹിക്കുവാൻ പറ്റുന്നതാണ് കർത്താവ് എന്നെ പഠിപ്പിച്ച പാഠം. So what he taught me, I'm sharing it with you freely. അവൻ എന്നെ എന്ത് പഠിപ്പിച്ചോ അത് നിങ്ങൾക്ക് ഞാൻ സൗജന്യമായി നൽകുകയാണ്. The day, the moment you start fixing your relationship with people and treating people and your relationship very much with too much importance is when you will have breakthroughs in other areas of your life. നിങ്ങൾ ജീവിതത്തിൽ എന്നാണോ ബന്ധങ്ങളിൽ നിങ്ങളെ തന്നെ നിക്ഷേപിക്കുകയും അവിടെ അവരെ സ്നേഹിക്കുവാൻ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്, അവിടാണ് ജീവിതത്തിന്റെ മറ്റു മേഖലകളിലുള്ള വിടുതലുകൾ നമ്മൾ കാണാൻ ആരംഭിക്കാൻ പോകുന്നു. Because again, I'm just taking you back to 1 John 4:20. It says that you cannot love God, and you are a liar if you say you love God, if you don't love the people that you can see. ഞാൻ വീണ്ടും ആ വേദഭാഗത്തിലേക്ക് പോട്ടെ. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും നമ്മൾ കാണുന്ന മനുഷ്യരെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ കള്ളത്തരം, ഭോഷ്കാണ് പറയുന്നത്. We don't have a relationship with Jesus if we don't love people. So this evening, I'm calling you out to love people. കർത്താവുമായിട്ടുള്ള ബന്ധം, അത് ബന്ധമാകണമെങ്കിൽ നമ്മൾ കാണുന്നവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്, നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരായി മാറണം. You know why there were so many miracles, revivals happening in the first century? Because Paul, Peter, all these apostles, all these early church saints, they loved people. 1-ാം നൂറ്റാണ്ടിൽ അത്രമാത്രം അത്ഭുതങ്ങളൊക്കെ നടക്കാൻ കാരണമായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പൗലോസ്ലീഹ, പത്രോസ്ലീഹ, മറ്റ് കർത്താവിന്റെ ദാസന്മാർ, ഭൃത്യന്മാരൊക്കെയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായ കാരണത്താലാണ്. And because they loved people, they started preaching more gospel. They started building more churches. They started building, helping people, helping the poor, and all this thing that you see, all the charity work. They did it because they loved people. അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാരണത്താൽ അവർ അധികമായി സുവിശേഷം പ്രഘോഷിച്ചു, അവർ സഭകള് സ്ഥാപിച്ചു, അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, അവർ നന്മ പ്രവൃത്തികൾ ചെയ്തു, അവര് ദരിദ്രരെ സഹായിക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് അവരുടെ ആ സ്നേഹത്തിന്റെ കാരണത്താൽ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാരണത്താൽ. So don't burden yourself with how am I going to love God and what I'm going to do for God. First love people, and then you would know how it is, what it's like to love God. അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാമെന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. അപ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം അത് നിറവേറുവാൻ, അല്ലെങ്കിൽ അത് അനുഭവമായി തീരാൻ ഇടയാകും. Because genuine love is put to test when you start loving people. യഥാർത്ഥ സ്നേഹം പരിശോധിക്കപ്പെടുന്നത്, അതിന്റെ ശോധന എന്ന് പറയുന്നത് ജനവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്ന അനുഭവത്തിൽ. Your kids are going to get on your nerves, but God would never get on your nerves. So it's easier to love God than your kids. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ എളുപ്പമല്ല, കാരണം ദൈവം ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല. കുഞ്ഞുങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ എളുപ്പമാണ്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ എളുപ്പമല്ല. Same goes with your wife, same goes with your husband, your family, everybody, your in-laws. People have trouble with in-laws. If you can't love your in-laws, you can't love God. ആ കാര്യം തന്നെയാണ് ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ. മാതാപിതാക്കളായിരിക്കാം, അമ്മായിപ്പൻ അമ്മായിയമ്മയായിരിക്കാം, അവരെ സ്നേഹിക്കാൻ എളുപ്പമല്ല. പക്ഷെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നവരായി. So the evidence, the quality of your love, your devotion
your transformation actually comes from the fact that you really love people just as Jesus loved you. അതുകൊണ്ട് അതിന്റെ തെളിവ്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടതിന്റെ തെളിവെന്ന് പറയുന്നത്, അതിന്റെ ഗുണമെന്ന് പറയുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്: നമ്മൾ മറ്റുള്ളവരെ, മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. So fix your relationship tonight with people, and then you start focusing on your relationship with God. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ ഇന്ന് ശരിപ്പെടുത്തുക. അപ്പോഴാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് യഥാർത്ഥമായിട്ട് കേന്ദ്രീകരിച്ച് ശ്രദ്ധ ചെലുത്തി വളരാൻ സാധിക്കുന്നത്. So from wherever you have joined, before you log out, before you leave this meeting, I want you to take this decision that I am going to fix every relationship in my life. അതുകൊണ്ട് നിങ്ങൾ എവിടുന്ന് ലോഗിൻ ചെയ്താലും, നിങ്ങൾ ലോഗ് ഔട്ട് ആകുന്നതിന് മുമ്പായി, നിങ്ങൾ എവിടെ ഇരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിലും ലോഗ് ഔട്ട് ആകുന്നതിന് മുമ്പ് ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം: എന്റെ ജീവിതത്തിലെ ബന്ധങ്ങളെ ഞാൻ ക്രമപ്പെടുത്താൻ തീരുമാനിക്കും. And it doesn't matter if people don't want to talk to you, you still love them, you still pray for them, you still have that openness towards them so that they would know the true love of Christ. ആൾക്കാർ നിങ്ങളോട് സംസാരിക്കാൻ മനസ്സ് കാട്ടിയില്ലെങ്കിലും നിങ്ങൾ തീരുമാനിക്കുക: നിങ്ങൾ അവരെ സ്നേഹിക്കും, നിങ്ങൾ അവരെ ക്ഷമിക്കും, നിങ്ങൾ അവരോട് അവരിലേക്ക് ദൈവ നന്മകളെ പകരുവാൻ ശ്രമിക്കും. അതായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ തീരുമാനം. Be that companion who takes those people to Christ. നിങ്ങൾ ആ സ്നേഹിതരിൽ ഉൾപ്പെടണം. അവരെ കർത്താവിലേക്ക് എത്തിക്കുന്നവരിൽ നിങ്ങളും എണ്ണപ്പെടണം. Be a Jonathan for somebody. ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ഒരു യോനാഥാനായി മാറണം. Be a Aaron, be a Hur for somebody. ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ഒരു അഹറോനോ ഹൂരോ ആയി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. And just be what you have read in the scriptures. Be that for the people, and you will start seeing change in your life. തിരുവെഴുത്തുകളിൽ നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് വായിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ കാണുവാൻ, മാറ്റങ്ങൾ കാണുവാൻ സാധ്യമാകും. One more thing before I stop my sermon. ഞാൻ എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യത്തോട് ഞാൻ പറഞ്ഞോട്ടെ. I was meditating this morning. I was praying and having my personal devotion. ഞാൻ പ്രഭാതത്തിൽ ധ്യാനിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ സമയത്ത് ധ്യാനിക്കുമ്പോൾ Joshua, you're muted. Your mic is muted. Sorry. Yeah, it'll be nice if you can kick that person out for some time. Yeah. Okay, so I was meditating and I was handing all my battles to God. Pardon, Joshua. Can you please repeat? Yeah, I was meditating on the scriptures and I was surrendering all my battles to God. ഞാൻ ദൈവവചനം ധ്യാനിക്കുകയും എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പോരാട്ടങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ന് പ്രഭാതത്തിൽ I was repeatedly declaring that battle belongs to God, and God, you fight my battles. ഞാൻ വീണ്ടും ആവർത്തിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത്: കർത്താവേ, യുദ്ധം നിനക്കുള്ളതാകുന്നു, കർത്താവിനുള്ളതാകുന്നു. എൻ്റെ യുദ്ധങ്ങളെല്ലാം ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. And the Holy Spirit spoke to me something very, very specific. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം സംസാരിച്ചു. He said that I will fight your battles, but my weapon of choice is you. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ യുദ്ധം ഞാനത് ചെയ്യാം, നിന്റെ യുദ്ധം ഞാൻ ഏറ്റെടുക്കാം, പക്ഷെ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണം നീ ആകുന്നു. So if and he just said that, and it was like an entire lecture has been explained to me in just a second. കർത്താവ് എന്നോട് അത് പറയുകയും ഒരു വലിയൊരു വിഷയം ഒറ്റ വാക്കിൽ കർത്താവ് എനിക്ക് തന്ന ഒരു അനുഭവമായി. ഒരു വാക്കിൽ അതെല്ലാം എനിക്ക് മനസ്സിലായെന്നുള്ള അനുഭവം. I realized that I am a weapon, and if I am not in a condition to be used, there is no way God can win battles for me. അപ്പം ഞാനാകുന്നു ആ യുദ്ധത്തിന് ഉപയോഗിക്കപ്പെടേണ്ട ഉപകരണം.
ആ ഉപകരണം അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ യുദ്ധങ്ങൾ കർത്താവിന് ഒരിക്കലും ജയിക്കുവാൻ സാധിക്കത്തില്ല. It's not that he cannot win it. It's just that I am his favorite, his weapon of choice. So if he cannot use me, there's no way he can win battles for me. കർത്താവിന് യുദ്ധം ജയിക്കാൻ ഒക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. കർത്താവ് എന്നെ ഒരു ഉപകരണമായി തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അവനോട് അനുയോജ്യമായ രീതിയിൽ നിൽക്കുന്നില്ല എങ്കിൽ എപ്രകാരമാണ് അവന് പിന്നെ യുദ്ധം ജയിക്കാൻ സാധിക്കുക? So think about this for yourself this evening. If you are God's weapon of choice and if you are not in a fixed position, how are you going to win the battles? അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് സന്ധ്യയ്ക്ക് അതുകൊണ്ട് ചിന്തിക്കുക. നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്ത് നിങ്ങൾ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉപകരണമാണെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ കയ്യിൽ ഉതകപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ആ യുദ്ധം ജയിക്കാൻ സാധിക്കുന്നത്? Maybe, just maybe, it's not the pastor, it's not the believer, it's not anybody else. Maybe it's you who is in the way between you and your miracles. ഒരുപക്ഷെ പാസ്റ്റർ അല്ലായിരിക്കാം, വിശ്വാസികളല്ലായിരിക്കാം, മറ്റ് കാരണങ്ങളൊക്കെ നമ്മൾ പറയും. അതൊന്നും അല്ലായിരിക്കാം തടസ്സമായിരിക്കുന്നത്. നമ്മൾ തന്നെ ആയിരിക്കാം നമ്മുടെ അത്ഭുതത്തിന് ഒരു തടസ്സമായി ഇരിക്കും. Maybe it's what you carry in your heart, the bitterness, the hurt, the pain that you refuse to let go is what is between you and your miracles. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന കയ്പായിരിക്കാം, വിദ്വേഷമായിരിക്കാം തടസ്സമായി നമ്മുടെ അത്ഭുതത്തിന് തടസ്സമായി നിൽക്കുന്നത്. So this evening, along with fixing your relationships with people, along with offering that Jesus-like relationships, examine yourself and put yourself in order before God can use you and win the battles for your life. അതുകൊണ്ട് ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ ബന്ധങ്ങളെ ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയും കർത്താവിന്റെ സ്നേഹം നമ്മുടെ ബന്ധങ്ങളിൽ പ്രദർശിപ്പിക്കുവാൻ, അപ്രകാരം ജീവിക്കുവാൻ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന് ഉതകുന്ന ഒരു പാത്രമായി, ഉതകുന്ന ഒരു ഉപകരണമായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്, ആവശ്യമാണ്. Finally, remember, your relationship with people proves your love for God. അവസാനം ഓർക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധങ്ങളാണ്. Your relationship with people proves your love for God. നിങ്ങൾക്ക് ജനവുമായിട്ടുള്ള ബന്ധത്തിലുള്ള സ്നേഹമാണ് നിങ്ങളുടെ ദൈവസ്നേഹത്തിന് തെളിവായി നിലകൊള്ളുന്നത്. So if you ever want to say that I love God, ask yourself this question before you do. Do I love people? അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നെങ്കിലും അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ജനത്തെ സ്നേഹിക്കുന്നയാളാണോ? And if you think you love people, think about if you are if you are a companion, if you're like Jonathan, if you're like Aaron, if you're like Hur, and if you are like all these people offering that sort of biblical relationship to them. ജനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ സ്നേഹിതന്മാർ കൊണ്ടുപോയതുപോലെ അഹ്റോനും ഹൂരും നിന്ന് പ്രാർത്ഥിച്ച് സഹായിച്ചതുപോലെ യോനത്താൻ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ തിരുവെഴുത്തുകൾ പ്രദർശിപ്പിക്കുന്ന ആ ഉത്തമ സ്നേഹം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നു. So mend yourself, shape yourself, sharpen yourself by fixing everything that is in your control, and God is going to use you and win battles for you. അതുകൊണ്ട് ശരിയാക്കേണ്ടത് ശരിയാക്കുക, ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുക, നന്നാക്കേണ്ടത് നന്നാക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. ദൈവം ഏറ്റെടുത്ത് അത് മുന്നോട്ട് നയിക്കുന്നവൻ ആയിരിക്കും. Let's bow down our heads and let's meditate upon everything that's been preached, that we heard, and let's surrender ourselves to God. ഇന്ന് കേട്ട എല്ലാ വചനത്തിനു മുമ്പായി നമുക്ക് നമ്മളെ തന്നെ കണ്ണുകളടച്ച് തലകള് താഴ്ത്തി നമുക്ക് സമർപ്പിക്കാമല്ലോ. Our loving Heavenly Father, we thank you again for this evening. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. We thank you for the word that you gave us, Lord. ഇന്ന് നീ തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Father, we realize that we have to love people before we love you. കർത്താവേ, നിന്നെ സ്നേഹിക്കുന്നതിന് മുമ്പായി ഞങ്ങൾ മറ്റുള്ളവരെ, ജനത്തെ സ്നേഹിക്കുന്നവരാകണം എന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. And we as human beings, we can never love people like you love us, Lord. കർത്താവേ, മനുഷ്യരായ ഞങ്ങൾക്ക് ഒരിക്കലും നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അവരെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. And so we pray that you send your Holy Spirit, fill us with your Holy Spirit, who is a helper, who is a counselor, who is a guide, who will enable us to love people like Jesus' love. അതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹിതനായി, ഞങ്ങളുടെ ഉപദേഷ്ടാവായി, ഞങ്ങളുടെ സഹായിയായി, തുണയായി, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ബലപ്പെടുത്തണം.
In every step, may your Holy Spirit teach us how to love, how to forgive people just the way we are being loved and forgiven. ഓരോ ചുവട് വെക്കുമ്പോഴും എങ്ങനെയാണ് കർത്താവ് സ്നേഹിച്ചതെന്നും കർത്താവ് എങ്ങനെ സ്നേഹിക്കുവാൻ ഞങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ടെന്നും ഓർപ്പിച്ച് അത് സാധ്യമാക്കുവാൻ പരിശുദ്ധാത്മാവ് ഓരോ ചുവടെടുക്കുമ്പോഴും ഞങ്ങളെ സഹായിക്കാനിടയാകട്ടെ. Let the company we have, let the relationship we have, and the relationship that we offer, let the world know by it that we are your people. ഞങ്ങൾക്ക് ലഭിക്കുന്ന ബന്ധങ്ങൾ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബന്ധങ്ങളും ഞങ്ങൾ നൽകുന്ന ബന്ധങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ലോകത്തിന് മുമ്പായി ഒരു സാക്ഷ്യമായി നിന്റെ മക്കൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ ലോകം അത് അറിയുവാൻ ഇടയാകട്ടെ. Let every person around us know that your love is what is leading us, and it's your love that is directing our life. അത് കാണുന്നവരൊക്കെയും തിരിച്ചറിയട്ടെ, നിന്റെ സ്നേഹമാകുന്നു ഞങ്ങളെ നയിക്കുന്നത്, നിന്റെ സ്നേഹമാകുന്നു ഇവിടെ വെളിപ്പെടുന്നത്. Let after tonight, let it be no longer us, let it be you who should be living through our lives. ഇന്ന് സന്ധ്യയ്ക്ക് ഇന്ന് മുതൽ ഞങ്ങളല്ല, നീ ഞങ്ങളിൽ ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ, സാധ്യമാകട്ടെ. Let people see it, let people experience it and witness it, Lord. അത് ജനം കാണുവാൻ, അത് ജനം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. Because it's your love that you came to this world and died for our sins. നിന്റെ സ്നേഹമാകുന്നുവല്ലോ നീ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാനിടയായത്. It's your love that you saved us and reconciled us with the Father. നിന്റെ സ്നേഹമാകുന്നു ഞങ്ങളെ സ്നേഹിക്കുകയും പിതാവുമായിട്ട് ഞങ്ങളെ നിരപ്പാക്കുകയും ചെയ്തു. So help us not just remember and receive, but also give that love to everybody around us, Lord. അതുകൊണ്ട് അത് ഓർക്കുവാനും സ്വീകരിക്കുവാനും മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നീ ഞങ്ങളെ ബലപ്പെടുത്തണം. Let us not be known as church lovers, let us be known as Christ lovers for the rest of our lives, Lord. കർത്താവ്, ഞങ്ങളുടെ ആയുസ്സിന്റെ ശേഷിക്കുന്ന നാളുകൾ ഒരു മതത്തെ സ്നേഹിക്കുന്നവരായിട്ടോ സഭയെ സ്നേഹിക്കുന്നവരായിട്ടോ അല്ല, നിന്നെ സ്നേഹിക്കുന്നവരായി, ജനത്തെ സ്നേഹിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കും. This is our prayer tonight, and we pray that you receive our prayer and bless and make all the broken areas of our life into something very beautiful. ഞങ്ങളുടെ പ്രാർത്ഥന ഇതാകുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന, ഉടഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീ ശരിയാക്കി അത് പൂർണ്ണതയുള്ളതാക്കി മാറ്റി തീർക്കണം. Because you are the potter, we are the clay, so we pray that you mend us, Father. കർത്താവേ, നീ കുശവന്, ഞങ്ങൾ കളിമണ്ണുമാകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ പൊട്ടലും വിള്ളലുകളും എല്ലാം അവിടുന്ന് ശരിപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We surrender and we believe that you're going to come and you're going to restore and you're going to make things new for us. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു, നീ വന്ന് സകലതും പുതുതാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And so we pray at this time, Father, thank you for the willingness you gave, thank you for the strength and the heart you gave to come to your presence. നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ തന്ന മനസ്സിനായി, ബലത്തിനായി, അവസരത്തിനായിട്ട് പിതാവേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for the stable internet connection. Thank you for everything that was arranged properly and having every single thing in a proper order, Lord, this evening. ഇന്ന് എല്ലാം ക്രമമായി ഉചിതമായി നടക്കുവാൻ ഇടയായല്ലോ. നല്ല ഇന്റർനെറ്റ് കണക്ഷനായിട്ടും എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ അവിടുന്ന് സാധ്യമാക്കിയതിനായിട്ടും നന്ദി. And we thank you for the Rehoboth Ministries and the people who are leading it, the organizing people, all the hosts. Rehoboth Ministries വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And we thank you for GB for coming through and assisting and serving alongside me. കൂടെ നിന്ന് വചനം പരിഭാഷപ്പെടുത്തുവാൻ ബലപ്പെടുത്തിയതിനായിട്ട് അടിയനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Thanking you for everything. Thank you for all the answers. All praises and worship be to you. In Jesus' precious name we pray. പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം തരികയും ചെയ്ത എല്ലാ കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറഞ്ഞ് യേശുവിനെ സ്തുതി കരയറ്റുന്നു. ആമേൻ.